ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദും ഗീതവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് രഞ്ജുവിൻ്റെ വരവ്. അതെന്താ 3 പേരും കൂടെ ഒരു ഗൂഢാലോചന, അതും എന്നെ ഒഴിവാക്കിയിട്ട്? ഇവിടെ ഗൂഢാലോചനയൊന്നും ഇല്ല രഞ്ജു. നമ്മളെ 3 പേരെയും ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമെന്നുള്ള സംശയമായിരുന്നു. അത് നല്ലതാ, 3 പേരെയും ഒരേ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിച്ചാൽ മതി. അങ്ങനെയാവുമ്പോൾ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് ലേബർ റൂമിൽ കയറി ഒരു കുഞ്ഞാവയൊക്കെ ആയിട്ട് ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞിട്ട് വരാമല്ലോ. അതാണ് രസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഇങ്ങനെ നിൽക്കുക. ഈ സമയം എന്നാൽ നമുക്ക് പോകാം മോളെ. അതെന്താ പോകുന്നേ, ഭക്ഷണമൊന്നും കഴിക്കാതെ? അത് കേട്ടതും വേണ്ട മോളെ, ഞാനിനി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്താൻ ഗോവിന്ദന് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടം വരെയും ഇവ ക്ഷണിച്ചല്ലോ, വന്നല്ലോ, അത് മതി. അത് തന്നെ വലിയ കാര്യം. സത്യം പറഞ്ഞാൽ ഞാൻ വരില്ലായിരുന്നു. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രഞ്ജു, അത് ശരിയാ, എനിക്കും ഫുഡിൻ്റെ മണം വന്നാൽ ഉടനെ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് നമുക്ക് പോവാം. ഈ സമയം ഗോവിന്ദ്, അതെ, ഇവിടെ വരെ വന്നിട്ട് ആരും കഴിക്കാണ്ട് പോകരുത്, ഭക്ഷണം കഴിച്ചിട്ട് പോ. അതെ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോ. ഇനി അമ്മ ആരാണെന്ന് ചോദിക്കുന്നവരോട് ഗോവിന്ദേട്ടന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണെന്ന് ഒരു മടിയും കൂടാതെ ഞാൻ പറയും. വാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെയും രഞ്ജുവിനെ വിളിച്ചിട്ടുണ്ട് ഗീതു അങ്ങ് പോവുക. ഈ സമയം ഗോവിന്ദ് ഭയങ്കരമായിട്ട് കരയുക. ആരെ മനസ്സിലാക്കണം, ആരെ സ്നേഹിക്കണം എന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഗോവിന്ദ് അങ്ങോട്ട് പോയത്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദ ആകെ സങ്കടപ്പെട്ട് ഓരോന്ന് ആലോചിക്കുകയാണ്. അതെ, ആ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയാലോ? രഞ്ജുവിന് അപകടവുമായിട്ടാണ് ആ കുഞ്ഞ് വരുന്നതെങ്കിൽ ആ കുഞ്ഞ് ഇനി ജനിക്കണ്ട. ഈശ്വര, ജനിക്കുക പോലും ചെയ്യാത്ത കുഞ്ഞിനെ കൊല്ലുന്ന കാര്യത്തിൽ സങ്കടമുണ്ട്. പക്ഷെ എന്തു ചെയ്യും? എൻ്റെ രഞ്ജുവിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ ആ കുഞ്ഞില്ലാതാകുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്നത് പാപമാണെന്നറിയാം, എന്നാലും ചെയ്യാതിരിക്കാൻ വഴിയില്ല ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോഴേക്കും ഗീതു വരിക. കണ്ണേട്ടാ, എന്താ കണ്ണേട്ടാ? ഞാൻ കണ്ണേട്ടൻ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. കാരണം എല്ലാവരുടെയും മനസ്സിലിപ്പോൾ രഞ്ജു തന്നെയായിരിക്കും. പക്ഷേ എന്നാലും കണ്ണേട്ടാ, എന്താ നമ്മൾ ചെയ്യുക? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ കണ്ണേട്ടാ. ഗീതു, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? അത് പിന്നെ രഞ്ജുവിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ചിന്തിക്കുന്നത് തെറ്റാണെന്നറിയാം, ചെയ്യുന്നതും തെറ്റാ. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ കൈ വിറയ്ക്കും. പക്ഷേ എന്നാലും എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഗീതു ഞാൻ ഇങ്ങനൊരു കാര്യം പറയുന്നേ. എന്താന്ന് പറ കണ്ണേട്ടാ. അത് പിന്നെ കുഞ്ഞിനെ നമുക്കങ്ങോട്ട് ഇല്ലാതാക്കിയാലോ? അബോർഷനെ കുറിച്ച് ചിന്തിച്ചാലോ? അത് കേട്ടതും കണ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അമ്മ ഒരു മുൻകരുതലും എടുത്തില്ല എന്നാണോ കണ്ണേട്ടൻ പറയുന്നത്? അമ്മയും ഇതിനെക്കുറിച്ച് എല്ലാ മുൻകരുതലുകളും എടുത്തായിരുന്നു. ഇതിനെക്കുറിച്ച് ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്തു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞതാ, ഇങ്ങനെയുള്ള പേഷ്യൻറ്റിന് എത്ര ഡേഞ്ചറാണോ ഡെലിവറി, അതുപോലെ തന്നെയാണ് അബോർഷനെന്നും. ഈശ്വര, ആ ഒരു വിശ്വാസവും പോയി കിട്ടി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? പേടിക്കണ്ട കണ്ണേട്ടാ, പിന്നെ ഒന്നും സംഭവിക്കില്ല. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ? പിന്നെ ഡോക്ടർ പറഞ്ഞു, ഈ രോഗികൾക്ക് പ്രഗ്നൻസി താണ്ടിയതിൽ ഒരു 10% പേര് മാത്രമേ ഉള്ളൂ എന്നാ. 10% പേർക്ക് മാത്രമേ കുഞ്ഞിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂന്നാ. അത് കേട്ടതും സത്യമാണോ ഗീതു നീ പറയുന്നേ? സത്യം കണ്ണേട്ടാ, പ്രഗ്നൻസി ടൈമിൽ കുഞ്ഞിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയതും കുഞ്ഞിനെ സന്തോഷമായിട്ട് കാണാൻ പറ്റിയതും 100-ൽ 10% പേർക്ക് മാത്രമാണ്. മതി, ഇത് മാത്രം മതി. ഇത് മാത്രം കേട്ടാൽ മതി എനിക്ക്. 10% പേർക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ. അതിലൊരാൾ എൻ്റെ രഞ്ജു ആണ്. അത് ഉറപ്പാക്കിയതു. എൻ്റെ രഞ്ജു ഈ രോഗത്തെ മറികടന്ന് അവളുടെ കുഞ്ഞിനെ താലോലിക്കും. മതി, എനിക്കിത് മാത്രം മതി. ഇനി ഞാൻ എൻ്റെ രഞ്ജുവിനെ സന്തോഷത്തോടെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കും. അതെ കണ്ണേട്ടാ, ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നമുക്ക് ഡോക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അതായിരിക്കും അതിൻ്റേതായ നല്ലത്. എന്തായാലും നമ്മളിനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും രഞ്ജുവിൻ്റെ കുഞ്ഞിനും ഒരാപത്ത് സംഭവിക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട് ഗീതു. സ്നേഹം കൊണ്ട് ഞാൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എനിക്കതിന് കഴിയും. അറയ്ക്കൽ തറവാട്ടിലെ പ്രിയയുടെ കുഞ്ഞും നിൻ്റെ കുഞ്ഞും രേഖയുടെ കുഞ്ഞും എൻ്റെ രഞ്ജുവിൻ്റെ കുഞ്ഞും ഒക്കെ സന്തോഷമായിട്ട് ഓടിച്ചാടി തുള്ളി കളിക്കുന്നത്
നമുക്ക് കാണാൻ പറ്റും ഗീതു, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര വിശ്വാസത്തോടെ ഇരിക്കുക. എന്നിട്ട് റൂമിലേക്ക് ചെന്നു. റൂമിൽ ചെന്ന് അവിടെ ഇരുന്നതും ഗോവിന്ദന് വിഷമം മാറുന്നില്ല. എന്താ കണ്ണേട്ടാ ഇത്, ഇത്രയും നേരം സന്തോഷത്തോടെ ഞാൻ രഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാ? സഹിക്കണില്ല ഗീതു. മനസ്സിൻ്റെ ഏതോ ഒരു മൂലയിൽ എവിടെയോ എന്തൊക്കെയോ ഒരു വിഷമം. അത് കേട്ടതും അതൊക്കെ മാറും. എൻ്റെ കണ്ണേട്ട സമാധാനമായിട്ടിരിക്കേ, എന്തായാലും രഞ്ജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഗീതു ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ ഫോണിലേക്ക് ധ്യാനിൻ്റെ കോള് വരിക. ദേ വിളിക്കുന്നു, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇവൻ ഒറ്റൊരുത്തന്നെ ഇതിനൊക്കെ കാരണക്കാരൻ. അപ്പം ഗീതു ഫോൺ എടുത്തു. ഗീതു എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കാൻ പോലുള്ള ധൈര്യമില്ല. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചത്. ദേ അവനോട് മിണ്ടായിരുന്നോളാം പറ. എല്ലാം ഒപ്പിച്ചു വെച്ചു ഒന്നും അറിയാത്തതുപോലെ അവനിന്ന് ചെയ്യുന്ന ചെയ്ത്തുണ്ടല്ലോ, അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അവനൊന്നും അറിഞ്ഞിട്ടില്ല പോലും. ഇനി എല്ലാം രഞ്ജുവിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിരിക്കും അവൻ്റെ ഉദ്ദേശം. നീ എന്തിനാടാ ഇങ്ങോട്ട് വിളിച്ചത്? ഫോൺ വെച്ചിട്ട് പോടാ എന്നും ഗോവിന്ദ് സാർ എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ. വേണ്ട, നീ ഒന്നും അറിയാതെ എന്ന് പറയണ്ട. രഞ്ജു ജയിച്ചു, നീയും ജയിച്ചു, ഞങ്ങളാ തോറ്റുപോയത്. വിധിക്ക് മുൻപിൽ നിനക്ക് ആവശ്യം അവളെ ആയിരുന്നില്ല, നിന്റെ ചോരയിൽ ജനിക്കുന്നൊരു കുഞ്ഞിനെ ആയിരുന്നു. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? സത്യമായിട്ടും അല്ല സാർ, എനിക്ക് രഞ്ജു തന്നെയാണ് ജീവൻ. ഞാനാണ് ധ്യാൻ തെറ്റ് ചെയ്തത്, ഞാൻ മാത്രം. എല്ലാത്തിനും തെറ്റുകാരി ഞാൻ ഒറ്റൊരുത്തിയ. വിജയലക്ഷ്മി അമ്മയുടെ തീരുമാനമായിരുന്നു ശരി. നിങ്ങളെ രണ്ടുപേരെയും പിരിച്ച് വിജയലക്ഷ്മി അമ്മ മാറ്റി നിർത്തിയത് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. എന്നാൽ പരസ്പരം സ്നേഹിച്ചവർ ഒന്നായി ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ചിന്തിച്ചതാ തെറ്റ്. എന്തായാലും നിങ്ങളെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മുകളിൽ പോയി. ഞങ്ങളൊക്കെ വിഡ്ഢികൾ അല്ലേ? അത് കേട്ടതും ഗീതു സത്യമായിട്ടും ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തുമില്ല. അവനൊരു പുണ്യാളൻ. എന്താ സംഭവിച്ചെന്ന് അവൻ അറിയത്തില്ല. കുഞ്ഞുങ്ങളുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അവനൊന്നും അറിയത്തില്ല. അത് കേട്ടതും നമ്മുടെ ധ്യാൻ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും വിശ്വസിക്കത്തുമില്ല. സോറി, ഇത് മാത്രമേ എന്നെക്കൊണ്ട് പറയാൻ പറ്റൂ. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. നീ കാരണം എൻ്റെ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അവളെ കല്യാണം കഴിക്കില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ട് അവസാനം നീ അവളെ കല്യാണം കഴിച്ചു. അതിനുശേഷം ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് വാക്ക് തന്നിട്ട് അതും സംഭവിച്ചു. ഇനി ഇതിനേക്കാളും കൂടുതൽ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാടാ? അത് കേട്ടതും ഗോവിന്ദേട്ടാ വേണ്ട, ഇപ്പം തന്നെ ധ്യാനം തകർന്നിരിക്കുക. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് രഞ്ജുവിൻ്റെ വാശിയായിരുന്നു, അവളുടെ മാത്രം വാശി എന്നും പറയാം. നീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരി ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ഗോവിന്ദ് വല്ലാത്തൊരു കഷ്ടമാണ് ഈശ്വര, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ രഞ്ജുവിൻ്റെ ജീവിതം ആകെ കഷ്ടത്തിലായി പോയല്ലോ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഗീതു. എന്താ കണ്ണേട്ടാ ഇത്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. വിധിയെ തോൽപ്പിക്കണം. നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാം ഗോവിന്ദേട്ടാ, എന്നിട്ട് വിധിയെ തോൽപ്പിക്കാം, വിധിയോട് പോരാടാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്തായാലും ഇത്രയും വലിയൊരു ബുദ്ധിയുള്ള എൻ്റെ അമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരുടെ ബുദ്ധി കേട്ട് നീയും വീണുപോയി. ദേ അമ്മയെ പറയരുത്. അമ്മയെ പറഞ്ഞപ്പോൾ നമ്മുടെ ലച്ചുമോൾ എന്നെ ചവിട്ടി. അത് കേട്ടതും ആ പാട്ടുകാരിയുടെ പേര് കേട്ട് നിന്നെ അവർ ചവിട്ടിയോ? അതേ കണ്ണേട്ടാ, നമ്മുടെ കുഞ്ഞെന്നെ ചവിട്ടി. നീ കൂടുതലൊന്നും പറയണ്ട. എൻ്റെ ലക്ഷ്മി ദേവി കാത്തോളണേ, എൻ്റെ കുഞ്ഞിനും എൻ്റെ അമ്മയ്ക്കൊന്നും ഒരാപത്ത് സംഭവിക്കരുതേ. അവക്കടെ ഒരു ലക്ഷ്മി ദേവി. നിനക്ക് വേറൊരു ദൈവത്തിനെ വിളിക്കാൻ പറ്റില്ല ഗീതു. അത് കേട്ടതും എന്ത് ചെയ്യാനാ, ലക്ഷ്മി ദേവിയുടെ വിളയാട്ടം എൻ്റെ നാവിൽ വന്നുകൊണ്ടേയിരിക്കുമല്ലേ. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ദൈവത്തിൻ്റെ പേരും വിളിക്കാൻ കിട്ടുന്നില്ല കണ്ണേട്ടാ എന്നും ഗീതു. അത് കേട്ടതും നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്നെ നീ കളിയാക്കുമെന്ന് എനിക്കറിയാം. അയ്യോ അല്ല, കളിയാക്കിയതല്ല, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല എന്നും ഗീതു. ശരി, എന്തെങ്കിലും ആവട്ടെ. ആ പാട്ടുകാരിയുടെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഇനിയെങ്കിലും ആ പാട്ടുകാരിയുടെ പേര് പറയാതിരിക്കേ. ചില പാട്ടുകാരികളുടെ പേരിടുന്നതേ നല്ലതാ കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞിനും ആ സംഗീതം പകർന്നു കിട്ടും. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട, കുഞ്ഞിന് ആ സംഗീതം പകർന്നു കിട്ടണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഗീതു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേക്കുക. അയ്യോ എൻ്റെ നടുവിന് ഉളുക്കി, എൻ്റെ നടുവ് എങ്ങനെയോ ഉളുക്കി കണ്ണേട്ട. എന്തു പറ്റി? വയ്യ, പെട്ടെന്ന് നടുവൊന്ന് കൂച്ചി പിടിച്ചു കണ്ണേട്ട, എനിക്ക് പറ്റുന്നില്ല. ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ അവിടെ പതുക്കെ കിടത്തുക.
എന്നിട്ട് മുതുകിൽ അമർത്തി കൊടുക്കുക. അത് ഇവിടെയാ കണ്ണേട്ടാ, പക്ഷെ എൻ്റെ അമ്മച്ചി എന്തൊരു വേദന എന്നും പറഞ്ഞ് ഗീതു ഭയങ്കര കരച്ചിലായി. അപ്പോഴേക്കും ഗോവിന്ദനാകെ ടെൻഷനായി. ദൈവമേ എന്തായിരിക്കും പറ്റിയെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം ഇതേ ശബ്ദത്തിൽ തന്നെ രാധികാമ്മയും അവിടെ ഇരുന്ന് കരയുക. എൻ്റെ ദൈവമേ എന്തൊരു, എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, എന്തൊരു മരുന്നാടാ നീ കൊണ്ടുവന്നത്? അമ്മയ്ക്ക് വേദന എടുത്താൽ എന്താ, മരുന്നിൻ്റെ ഗുണം മനസ്സിലായില്ലേ? ഈ മരുന്ന് കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായില്ലേ? ഇനി ബാക്കിയുള്ള ഒരു പാക്കറ്റും കൂടെ കലക്കി ഗീതുവിന് കൊടുക്കമ്മേ. എടാ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാടാ എഴുന്നേറ്റ് പോയി അവൾക്ക് കലക്കി കൊടുക്കുന്നേ? എന്തൊരു കഷ്ടമാണ് ദൈവമേ. അമ്മേ, അങ്ങനെ സംഭവിച്ചാലും ഈ മരുന്നിൻ്റെ ഗുണം നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലണം, അത്രയേ ഉള്ളൂ. ഒന്ന് പോടാ നാറി. അമ്മേ, ഇപ്പം വയറുവേദന വന്നുകൊണ്ട് എന്തായി? ആ വേദന മാത്രം സഹിച്ചാൽ പോരെ, ഭദ്രനെ കണ്ട് പേടിക്കണ്ടല്ലോ. അത് കേട്ടതും ഓ എൻ്റെ ദൈവമേ, തെണ്ടി, ഈ ഭദ്രനെ കണ്ട് പേടിക്കുന്നതിനും വയറുവേദനയ്ക്കും എന്താടാ ബന്ധം? അമ്മയുടെ വേദന കാരണം പ്രേതം മാഞ്ഞു പോയില്ലേ? ഈശ്വര, ഈ വേദന സഹിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് പേടിച്ച് ചാവുന്നതാടാ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അപ്പോഴേക്കും സുവർണയുടെ ഫോൺ വരിക. ഹലോ സുവർണ. വരുൺ സർ, ആകെ പ്രശ്നമായിരിക്കുകയാണ്. ചേതൻ ഗ്രൂപ്പിന് നിങ്ങൾ 1 കോടി രൂപ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർ നിങ്ങളുടെ നേരെ ഒരു നോട്ടം ഇട്ടിട്ടുണ്ട്. അത് കേട്ടതും രാധിക, എന്താടാ, എന്തു പറ്റി? അപ്പോൾ വരുൺ ഫോണിൻ്റെ സ്പീക്കർ ഓൺ ചെയ്യാം. കേക്ക്, എത്രയും പെട്ടെന്ന് 1 കോടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ അവർ കൊല്ലും. അതുകൊണ്ട് കൊട്ടേഷൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. പുറത്തേക്കൊന്നും അധികം ഇറങ്ങണ്ട, വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിവതും ഇരിക്കുന്നതാണ് നല്ലത്. വീടിൻ്റെ ഉള്ളിലേക്ക് ആക്രമികൾ കടന്നു വരില്ല എന്നൊക്കെ സുവർണ പറയണം. ഈശ്വര, കൂനുമേ കുരുവന്ന അവസ്ഥയായല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ സുവർണ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഇനിയും തരണേ, താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. സന്തോഷമായല്ലോ, തൃപ്തിയായല്ലോ. ഇനി എന്ത് ചെയ്യും? എങ്ങനെ ഹോസ്പിറ്റലിൽ പോവും? ഹോസ്പിറ്റലിൽ പോയാലേ എന്നെ കൊല്ലാൻ പുറത്ത് ആൾക്കാരുണ്ട്. ഞാൻ ചത്ത നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് കേട്ടതും എൻ്റെ ദൈവമേ, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മേ, ഇത്തിരി വേദന എടുത്താലും മരുന്ന് പെർഫെക്റ്റ് അല്ലേ? തിരുമണ്ട, ഞാൻ പ്രസവിച്ച മരമണ്ട. എന്താ അമ്മേ? ഞാനിപ്പോൾ ചാകൂടാ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനിപ്പോൾ ചാകൂടാ. അത് കേട്ടതും ഈശ്വര, വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ. എന്തൊരു വേദനയെ, അയ്യോ, വേദനിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ലേ, ഞാനിപ്പോൾ ചാകുവേ എന്നും പറഞ്ഞ് രാധിക മരണപ്രാളം കൊള്ളുക. ഈ സമയം നമ്മുടെ വരുൺ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കാഞ്ചന വരിക. മാമി. ദേ കാഞ്ചന. മാമിക്ക് വയറ്റ് വലിയെന്ന് ചൊല്ലിയാച്ച്. ആര്? രേഖപ്പാപ്പ. രേഖയോ? എനിക്ക് വയറുവേനയെന്ന് രേഖ എങ്ങനെ അറിഞ്ഞു? അതറിയില്ല, പിന്നെ പറഞ്ഞു രാധിക മാമി ഫംഗ്ഷൻ സമയത്ത് ഇഷ്ടം പോലെ ഭക്ഷണം വാരിക്കയറ്റി കഴിച്ചതുകൊണ്ടാണ് വയറുവേന ഉണ്ടായതെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ ഒരു മോരും വെള്ളമാണ് ഇത് കുടിങ്ക മാമി, എല്ലാം ശരിയാ പോയിടും എന്നും കാഞ്ചന. സമാധാനായി, നീയെങ്കിലും എന്നെ അറിഞ്ഞ് എനിക്ക് മരുന്ന് കൊണ്ട് തന്നല്ലോ കാഞ്ചനെ, നിനക്ക് കോടി പുണ്യം കിട്ടും എന്നും പറഞ്ഞ് കാഞ്ചന ചിരിക്കുക. അപ്പോഴേക്ക് രാധിക അത് മേടിച്ചിത്തിരി കുടിച്ചു. ഇതെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം? എൻ്റെ അമ്മ പ്രത്യേകതരം മരുന്നുകളൊക്കെ ചേർത്തൊന്ന് കാഞ്ചന പറഞ്ഞതമ്മ കേട്ടില്ലേ? അത് കുഴപ്പമില്ല, അമ്മ കണ്ണു അടച്ചങ്ങ് കുടിക്ക്. വയറിലെ അസുഖം മാറണ്ടേ? ഹോസ്പിറ്റലിൽ പോയി വയറ് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ? ശരിതാ മാമ സൊന്നത് എവളോ ഉന്മേ, കുടിങ്ക മാമി എന്നും പറഞ്ഞ കാഞ്ചന. അത് കേട്ടത് രാധിക ഒറ്റ വലിക്ക് അത് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതും നമ്മുടെ രാധിക ചോദിക്കുക, അല്ല കാഞ്ചന, എൻ്റെ വയറ് ക്ലീനാവാൻ നല്ല ഐഡിയ നീ മോരുവെള്ളം കൊണ്ടുവന്നത്, പക്ഷേ അതിൻ്റെ ഇതൊക്കെ എന്തായിരുന്നു മരുന്നുകളൊന്ന് പറഞ്ഞു തന്നെ. അത് കേട്ടതും നമ്മുടെ കാഞ്ചന, അത് തുണി വെളുക്കുന്നത് സോപ്പ് പൊടി കൊണ്ടല്ലേ മാമി? അതെ. പാത്രം കഴുകുമ്പോൾ വെളുക്കുന്നത് പാത്രം കഴുകുന്ന സോപ്പ് കൊണ്ടല്ലേ മാമി? വിംബാർ. അതെ. അപ്പോൾ മാമിയുടെ വയറ് ക്ലീൻ ആക്കണമെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മതിയല്ലോ. അത് കേട്ടതും രാധികയ്ക്ക് വായ കൊണ്ട് ഛർദ്ദിക്കാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് രാധിക വായ പൊത്തിപ്പിടിക്കുക. നീ എന്താടി എനിക്ക് തന്നത് എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ വരുൺ, എടി തെണ്ടി, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കുന്നോടി. അയ്യോ മാമ, സത്യമായി இந்த ஐடியா நான் சொல்லலை, രേഖപ്പാപ്പ தான் சொல்லிச்சு.
തുണി ക്ലീനാകുന്നത് സോപ്പൊടി കൊണ്ടും പാത്രം ക്ലീനാകുന്നത് വിമ്മു കൊണ്ടും ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി ഇട്ട് കലക്കി കൊടുത്താൽ രാധിക അമ്മയുടെ വയറും ക്ലീനാവുമെന്ന്. അതിനാല തന്നെ ഞാൻ കൊടുത്തേ. ഞാൻ ഇതിൽ ഒരു തപ്പും പണ്ണല്ലേ, എന്നെ വിട്ടിരുങ്ക സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഒരൊറ്റ ഓട്ടം. ഈ സമയം രാധികയ്ക്ക് ഒന്നും കൂടെ ഉരുണ്ടുകയറ്റം തുടങ്ങി. ഛർദ്ദിക്കാൻ വരലും വയറ്റിളക്കമായിട്ട് രാധിക പെടാപ്പാട് പെടുക. അപ്പോൾ രാധിക ബാത്റൂമിലേക്ക് ഓടിയതും റെഡി, രേഖയെ നീയാണ് എൻ്റെ അമ്മയെ കൊല്ലാനുള്ള പണി ഒപ്പിച്ചത്, നിന്നെ ശരിയാക്കി തരാടി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങോട്ട് പോവുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.